നമസ്കാരം. ഞാൻ കമറുദ്ദീനാണ്, സൗദിന്ന്. FBയിൽ വരാനുള്ള കാരണം, എന്റെ വിഷയം കോട്ടയം രാമപുരത്തിലെ വനിതാ SIക്ക് നേരെ മോശമായ രീതിയിൽ എന്ന് പറയാം അപമാനപ്പെടുത്തിക്കൊണ്ട് ഒരു SI ആണ്, ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ് എന്നുള്ള വിചാരം പോലും വിചാരിക്കാതെ 10 ആളുടെ മുന്നിൽ വളരെ ഒരു ചീപ്പായിട്ടുള്ള ലെവലിൽ സ്വന്തം ഞാൻ വക്കീലാണെന്ന് പോലും വിശേഷിപ്പിച്ച് ബിബിൻ ആന്റണി എന്ന് പറയുന്ന ഒരു തെമ്മാടി, ഒരു തെണ്ടി മോശമായ രീതിയിൽ പൊതുസമൂഹത്തിൽ വെച്ച് ആ പോലീസുകാരിയായ ആ ഒരു വനിതാ SI, ആ SIക്ക് നേരെ സംസാരിക്കുക. എന്ത് മോശമാണത്! ഇതിന്റെ മുന്നേ നമ്മുടെ കേരളത്തിൽ ഒരു പ്രൊബേഷൻ SI ഒരു വയസ്സായ ആളുടെ കരണക്കുറ്റിക്ക് അടിച്ചത് അത് വലിയ വിവാദങ്ങളായി. അതിനെതിരെ നമ്മൾ കേരളം ഒന്നടങ്കം ശബ്ദിച്ചതാണ്. അദ്ദേഹത്തിന് സസ്പെൻഷൻ പോലും കിട്ടി, അതും കേരളം കണ്ടതാണ്. പക്ഷെ ഇവിടെ നടന്നതെന്താ? ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കാൻ വരും, പോലീസുകാരുടെ ഡ്യൂട്ടിയാണ് അല്ലേ? അന്വേഷിക്കാൻ വരുന്ന വനിതാ SIക്ക് നേരെ മോശമായ രീതിയിൽ സംസാരിക്കുക, തന്തയ്ക്ക് വിളിക്കുക. ഇവർക്കൊക്കെ ഒരുപാട് തന്തയാണെന്ന് പറയുക. ഒരു പരിധി വേണം. കാരണം തെറ്റ് കണ്ടാൽ അവിടെ പ്രതികരിക്കണം, അതാണ് ശരി. ഒരു പോലീസ് തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ആ പോലീസിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ ശബ്ദിക്കണം, പ്രതികരിക്കണം. അതിനുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട്. പക്ഷേ ഇവിടെ നടന്നത് നല്ല രീതിയിൽ കേസ് അന്വേഷിക്കാൻ വരുന്ന ആ വനിതാ SIക്ക് നേരെ മോശമാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം നമ്മളെല്ലാവരും ഒന്നടങ്കം കണ്ടത്. വിഷമമുണ്ട്. പിന്നെ പോലീസ് എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായം പറയാണ്, കേരളത്തിൽ പൊതുവെ നമ്മുടെ നാട്ടിലെ പോലീസ് എന്ന് വെച്ചാൽ നമ്മുടെ നാടിന്റെ കാവലക്കാരാണ്. അവര് നമ്മുടെ പൊതുസ്വത്താണ്, അവരെ ബഹുമാനിക്കുക വേണം. നമ്മുടെ കുടുംബത്തിൽ ഒരു വിഷയങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അയൽവാസികളായിട്ട് ഒരു അടിപിടി നടന്നാൽ നമ്മൾ ആദ്യം ഫോൺ ചെയ്യുന്നത് പോലീസിനെയാണ് അല്ലേ? പോലീസിനെ ഫോൺ ചെയ്യുമ്പോൾ പോലീസ് വരും, കാര്യങ്ങൾ നല്ല രീതിയിൽ എന്താ വേണ്ടത് ചെയ്തിട്ട് പോകും. കേസെടുക്കുകയാണെങ്കിൽ കേസെടുക്കും. അവര് നിയമ നടപടികൾ സ്വീകരിക്കേണ്ട അധികാരികളാണ്. അവർക്കൊരു വിലയും ബഹുമാനവും ഒരു വിലയും നിലയും അന്തസ്സും എല്ലാം ഉണ്ട്, കേരളം കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയങ്ങൾ, ഗവൺമെന്റുകൾ മാറി മാറി വരും, പോലീസുകാർ എന്നും അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ അവരെ മാനിക്കണം. അവര് നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യണം. തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി ശബ്ദിക്കണം, പ്രതിരോധിക്കണം. പക്ഷെ ഇവിടെ നടന്നത്, ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വനിതാ SI അവിടെ അന്വേഷിക്കാൻ വന്നതാണ്. അന്വേഷിക്കാൻ വരുമ്പോൾ ബിബിൻ ആന്റണി സ്വയം വക്കീലാണത്രേ, വക്കീലാണെന്ന് പോലും വിശേഷിപ്പിച്ചുകൊണ്ട്, വക്കീലാണെങ്കിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുമല്ലോ. ഒരു വക്കീലാണെന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ, ആ തെമ്മാടി, അവനിക്കറിയാലോ നിയമവും വകുപ്പും കാര്യങ്ങളും എല്ലാം അറിയാലോ. ഒരു സ്ത്രീയോട്, അതും പോലീസിനോട്, അതും SIയോട്, അതും ഒരു അധികാരിയോട് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ പെരുമാറണം എന്നൊക്കെ അറിയില്ലേ? അത് വക്കീല് പഠിക്കാനൊന്നും പോണ്ട. സാധാരണ ഒരു പച്ച മലയാളിക്ക്, ഒരു ഇന്ത്യൻ പൗരന് വലിയ പഠിപ്പില്ലെങ്കിലും ഇവരെയൊക്കെ കണ്ടാൽ എങ്ങനെ ബഹുമാനിക്കണം എന്ന് അറിയും. പക്ഷെ ഇവിടെ നടന്നത്, അവൻ വിദ്യാഭ്യാസമുള്ളവനാണ്, അവൻ വക്കീലാണെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് കളിയാക്കുന്ന തരത്തിൽ ഒരു SIക്കെതിരെ ഇങ്ങനെ ചെയ്യുകയാണ്. ഇത് കേരളം ഒന്നടങ്കം കണ്ടതാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ആ തെമ്മാടിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. കേരള പോലീസിന് വളരെ നന്ദിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ അധികാരി വർഗങ്ങൾക്കും വളരെ നന്ദിയുണ്ട്. ഇത് ഈ വിഷയം കേരളം കണ്ടത്, നമ്മൾ ഇതിനെതിരെ ശക്തമായ, അതായത് ഗവൺമെന്റ് ആണെങ്കിലും പോലീസ് വകുപ്പാണെങ്കിലും ശക്തമായ ആ വൃത്തികെട്ടവനെക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും കേരളത്തിന്റെ 14 ജില്ലകളിൽ പല ഭാഗങ്ങളിലും ഇതേപോലെ കാണേണ്ടി വരും. അപ്പൊ അധികാരി വർഗങ്ങൾക്കൊരു വിലയുണ്ടല്ലോ അല്ലെ? പ്രത്യേകിച്ച് പോലീസിനും ഒരു വിലയുണ്ട്. നാടിന്റെ കാവലക്കാരാണ്, അവര് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ചില വൃത്തികെട്ട പോലീസുകാർ വളരെ മോശമായ രീതിയിൽ പൊതുസമൂഹത്തിൽ പല ആളുകൾക്കെതിരെയും ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സർക്കാരുകളാണെങ്കിലും ഗവൺമെന്റുകളാണെങ്കിലും ഒക്കെ സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷെ ഇവിടെ നടന്നത് വേറെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരുത്തം ചെയ്യുമ്പോ അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വേറെ ഭാഗത്തും ഇതേപോലെ സംഭവിക്കും. അതും സ്ത്രീകളാണ്. അവിടെ ഒരു പുരുഷനാണ്, ഒരു SI ആണ് അവിടെ കേസ് അന്വേഷിക്കാൻ വന്നതെങ്കിൽ ഈ തന്തയില്ലാത്തവൻ ഇങ്ങനെ ചെയ്യുവോ? ഇങ്ങനെയൊക്കെ കാണിക്കുവോ? വിവരം എന്താണെന്നറിയില്ലേ? എനിക്ക് പറയാനുള്ളത്, അവനെയൊക്കെ ചവിട്ടിക്കൂട്ടി അവൻ കുടിച്ച മുലപ്പാല് പുറത്തു വരണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം കേരളത്തിൽ ഒരാളും
അനാവശ്യമായി ഒരാളുകൾക്കെതിരെയും മോശമായി സംസാരിക്കരുത്. അതും പോലീസാണല്ലേ, ഒരു നാടിന്റെ കാവൽക്കാരാണ് പോലീസ്, മനസ്സിലാക്കണം. ആ കോട്ടയത്തെ, ആ ഭാഗത്തെ, ആ സ്ഥലത്തിലെ, ആ നാട്ടിലെ പ്രധാനപ്പെട്ട കാവൽക്കാരാണ് പോലീസ്. നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരാണ് ഇന്ത്യൻ മിലിറ്ററി, ആർമി. സത്യമാണല്ലോ അല്ലെ? അതേപോലെ ഒരു നാടിന്റെ കാവൽക്കാരാണ് പോലീസ്. പോലീസിനെ നമ്മൾ ബഹുമാനിക്കണം. നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ അവര് വരും, അന്വേഷിക്കും. ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിച്ചു പറയുമ്പോൾ അടുത്ത സ്പോട്ടിൽ അവർ ഇവിടെ എത്തുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള പോലീസുകാർക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇതേപോലെ തെമ്മാടിത്തരം കാണിക്കുമ്പോൾ അതിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ കാണാതെ പോലെ ഒരിക്കലും ഇരിക്കരുത്. വ്യക്തമായ രീതിയിൽ പ്രതികരിക്കണം. ഇങ്ങനെയുള്ളവന്മാരൊന്നും ഒരിക്കലും വെറുതെ വിടരുത്. അവൻ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞു, നല്ല വകുപ്പിട്ട് അവനെ കുറച്ചു കാലത്ത് അകത്തിടണം. അത് മാത്രം പോരാ, അവന്റെ എല്ലാ അടിയന്തരവും കഴിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരാളും ഒരിക്കലും ഒന്നും ഇനി ചെയ്യരുത്. നന്മ നിറഞ്ഞ ഒരുപാട് പോലീസുകാരെ ഇതേപോലെയുള്ള കേസ് അന്വേഷിക്കാൻ ഒരു കുഴപ്പവുമില്ലാതെ ആ ഒരു സ്ത്രീ, ആ ഒരു SI, ആ മേഡം വളരെ നല്ല രീതിയിലാണ് ആ നാട്ടിൽ വന്നിട്ട് കേസ് അന്വേഷിക്കുന്നത്. എന്താ വിഷയം, കാര്യങ്ങൾ, ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നത് അല്ലേ, നമ്മൾ കേരളം കണ്ടതാണ്. അപ്പോഴാണ് ഈ തന്തയില്ലാത്തവന്റെ ആക്രമണം അഴിച്ചുവിടുന്ന പോലെയുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. മനസ്സിലായില്ലേ? അപ്പൊ ഇവനെയൊന്നും ഒരിക്കലും വെറുതെ വിടരുത്. പിന്നെ അവന്റെ വക്കാലത്തെടുക്കാൻ ഞാൻ വക്കീലാണെന്ന് പറഞ്ഞ് വേറെ ഒരുത്തം വന്ന് അതിന്റെ ഇടയിൽ പോയി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവൻ പറയും ഞാൻ വക്കാലത്ത്. എന്താ റോട്ടിലൂടെ ആര് എന്ത് തമ്മാടിത്തരം ചെയ്താൽ ഇതേപോലെ വക്കീലന്മാര് വക്കാലത്തെടുക്കുവോ? വക്കീലന്മാർക്കും ഒരു വിലയുണ്ടല്ലോ, കോടതിക്കും വക്കീലിനും ഒക്കെ ഒരു വിലയുണ്ട്. ആരെങ്കിലും തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാൽ ആ തെണ്ടിത്തരം അതും പോട്ടെ, ഇപ്പൊ ഈ പരിസരത്ത്, ആ നടന്ന സ്ഥലത്തിന്റെ പരിസരത്തുള്ള ആ ഒരു വയസ്സായ ഒരു കാരണവർ പറയുന്നുണ്ട്, ഒരിക്കലും മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല, അവര് അധികാരികളാണ്, അധികാരികളെ മാനിക്കണം എന്ന് പറയുമ്പോ, അധികാരികളോ, അവർക്ക് പല തന്തകളാണെന്ന് പറയുന്നത്. ഈ തന്തയില്ലാത്തവൻ പറയുക പല തന്തകളാണെന്ന്. ഇവനിക്ക് എത്ര തന്തയായിരിക്കും? ഈ പറയുന്നവനിക്ക് എത്ര തന്തയാ? പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നതാണ്. വെറുതെ ഒന്നും സോഷ്യൽ മീഡിയയിൽ വന്ന ആളാവാനൊന്നും താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവനെയൊക്കെ നല്ല പൂട്ടിട്ട്, നല്ല മണിച്ചിത്രത്തായിട്ട് പൂട്ടണം. കേരളത്തിൽ ഇത് ഇനി ഒരിക്കലും ഒരാളും ഇതേപോലെ വളരെ മോശമായി, അതായത് കളിയാക്കുന്ന തരത്തിൽ ഈ അധികാരി വർഗങ്ങൾക്കെതിരെ ശബ്ദിക്കരുത്. അധികാരി വർഗങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി നമ്മൾ ശബ്ദിക്കണം, അതിനെതിരെ പ്രതിരോധിക്കണം, അതിനെതിരെ പോരാടണം. അതിന് ഇന്ത്യയിൽ അതിനുള്ള നിയമമുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നല്ല രീതിയിൽ കേസ് അന്വേഷിക്കാൻ വരുന്ന ഇതേപോലെയുള്ള അധികാരി വർഗങ്ങൾക്കെതിരെ മോശമായ രീതിയിൽ പത്താളുടെ മുന്നിൽ കളിയാക്കിക്കൊണ്ട് ചീപ്പായ ലെവലിൽ ഒന്നുമല്ലാത്ത പോലെ സംസാരിക്കുന്ന ഇതേപോലെ തന്തയില്ലാത്തവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് കേരളത്തിലെ സർക്കാരും പോലീസും മാതൃകയാവണം. അല്ലാത്ത പക്ഷം കേരളത്തിന്റെ 14 ജില്ലകളിലും ഇതേപോലെ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വളരെ താഴ്മയോടെ പറഞ്ഞുകൊണ്ട് അവനിക്ക് തക്കതായ ശിക്ഷ കേരളത്തിന്റെ പോലീസ് കൊടുക്കണം, കേരളത്തിന്റെ സർക്കാരും കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു SIമാർക്കും, ഒരു വനിതകൾക്കും, ഒരു സ്ത്രീകൾക്കും ഇതേപോലെ ഇനി ഒരിക്കലും അപമാനം ഏറ്റുവാങ്ങാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്കാരം.